അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ മദീന ഹറമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു. അഥവാ മഹാനായ സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു തോട്ടമുണ്ട്. മനോഹരമായൊരു തോട്ടം. അത് അസ്വാഫ് തോട്ടം എന്നാണ് ആ തോട്ടത്തിൻ്റെ പേര്. അവിടെ പോവുകയാണ് ഇപ്പോൾ നമ്മൾ. പക്ഷേ അവിടെ ഇപ്പോൾ ഉള്ളൊരു മസ്ജിദാണ്. മസ്ജിദ് അബീദുറുൽ ഖിഫാരി എന്ന് പറയുന്ന പേരിലൊരു മസ്ജിദ്. ആ പഴയ ഫോട്ടോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് അവിടെയൊക്കെ വേലിക്കേട് വെച്ച് കിട്ടിയാണ്. അതുകൊണ്ട് ജസ്റ്റ് ആ പള്ളിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ചരിത്രം എന്താണെന്ന് പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തോട്ടത്തിൽ പോയി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. അങ്ങനെ അവസാനം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ബേജാറായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. അത്രയും വലിയ സുജൂദ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സുജൂദിൽ മരിച്ചു പോയോ എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഭയപ്പെടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി എന്ന് വിചാരിച്ച് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അവിടെ ഇരുന്ന് കരയാണ്. അങ്ങനെ കരയുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയുയർത്തി നോക്കി, എന്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിങ്ങളിങ്ങനെ കരയുന്നത് ചോദിക്കുമ്പോൾ, പ്രവാചകരെ നിങ്ങൾ മരിച്ചുപോയി എന്ന് വിചാരിച്ച് വല്ലാതെ വിഷമിച്ച് കരയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സുജൂദിലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അവതരിപ്പിക്കപ്പെടുകയും എൻ്റെ ഉമ്മത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്മാനം എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട്. അഥവാ വഹി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലുമെന്നും, അതല്ല പിന്നെ മറ്റൊരു ഹദീസിൽ അള്ളാഹു നിങ്ങളുടെ മേലിൽ 10 സ്വലാത്ത് ചെല്ലുമെന്നും എല്ലാം പറയുന്ന ആ ഒരു പിന്നെ വഹി ഇറങ്ങിയ ആ ഒരു സമയമായിരുന്നു അത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തിൻ്റെ മഹത്വം അറിയിച്ചു കൊടുത്ത ആ ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ മസ്ജിദ് അബൂദറുൽ ഖിഫാരി എന്ന പേരിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളി അസ്വാഫ് എന്ന തോട്ടത്തിലായതിന് കാരണം മസ്ജിദ് അസ്വാഫ് എന്നും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം സുജൂദ് ചെയ്തുകൊണ്ട് മസ്ജിദ് സജദ എന്നും, ശുക്റിൻ്റെ സുജൂദ് ചെയ്തത് കൊണ്ട് മസ്ജിദ് ശുക്ർ എന്നും എല്ലാം ഈ പള്ളിയെ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രശസ്തമായ ഒരു പള്ളിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്ത് തന്നെയാണ്. കുറച്ച് നടക്കാനേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. മഹാനായ സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടമാണിത്. സഅദ് ബിൻ റബിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാനവർകൾ മദീനയിൽ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളാണ്. അതുകൊണ്ട് മുഹാജിറായ മഹാനവറുകളെ മുഹാഫ ചേർക്കുക എന്ന് പറയും. അഥവാ ഓരോരുത്തർക്കും മറ്റൊരാളെ സഹോദരന്മാരാക്കി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി മുഹാഫ ചേർക്കാറിന്. അങ്ങനെ ഏറ്റവും വലിയ മദീനയിലെ പണക്കാരനായ സഅദ് ബിൻ റബിയയെ മുഹാഫ ചേർത്തത് മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായിക്കൊണ്ട് ഒരു 5 പൈസ കയ്യിലില്ലാതെ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ശൂന്യമായി വന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയാണ് മുആഫ ചേർത്ത് കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ അവർ തമ്മിൽ മുആഫ ചേർത്തപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അത് നിരസിക്കുകയും മഹാനവറുകൾ ആ മദീനയിലെ സൂക്ക് കാണിച്ചു തന്നാൽ ഞാൻ അവിടെ പോയി കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുകയൊക്കെല്ലാം ചെയ്ത ചരിത്രം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഏതായാലും മഹാനായ സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായ തോട്ടം നിലനിന്നിരുന്ന ആ ഒരു സ്ഥലത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുകയും അവിടെ നിന്ന് നമുക്ക് സലാത്തിൻ്റെ മഹത്വം അറിയിച്ചുള്ള ആയത്ത് ലഭിക്കുകയൊക്കെ ചെയ്ത ആ മഹത്തായ സ്ഥലം നിൽക്കുന്ന ആ ഒരു പള്ളിയിലുള്ള ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ആ പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സമയത്ത് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.